ആരോടാ ഇന്നോളം കാണാത്തൊരു വേഷപ്പകർച്ചയിലാണ് ബൾട്ടിയുടെ ടൈറ്റിൽ ഗെയിംസ് പുറത്തിറങ്ങിയപ്പോൾ കണ്ടത്. ഒരു രൗദ്രഭാവത്തില് അങ്ങനെ ഒരു കലിപ്പ് മൂഡിലാണോ? അതോടൊപ്പം തന്നെ ചോദിക്കുകയാണ്, ഈ കബഡി പഠിച്ചെടുക്കാൻ എത്രത്തോളം എഫേർട്ട് എടുത്തു? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഇതിനോട് സിമിലറായ ലുക്ക് ശരിക്കും പറഞ്ഞാൽ അന്നേ റസൂലുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോന്ന് പറഞ്ഞില്ല എത്ര പേർക്കും മുടി പറ്റിയടിച്ചിട്ടുള്ള ആ ലുക്കിന്റെ പിന്നിൽ ഉണ്ണി തന്നെയാണ്. എനിക്കൊരു AI അയച്ചു തന്നു, AI ഫോട്ടോ. അത് കണ്ടപ്പോഴാണ് ഇത് കൊള്ളാലോ, ഇങ്ങനെ ഒരു ലുക്കിൽ വന്ന അടിപൊളിയായിരിക്കും. പിന്നെ അതിന് സമയവും എല്ലാം സാഹചര്യങ്ങളും ഒത്തു വന്നപ്പോൾ അങ്ങനെ മുടി കുറച്ചതാണ് ആ ലുക്ക്. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ കബഡി ട്രെയിനിങ് പറഞ്ഞ പോലെ 25 days ആയിരുന്നു. പിന്നെ ഒരു 15 days ഇതിൻ്റെ ബൾട്ടി അടിക്കാനോ അല്ലാണ്ടുള്ള സ്റ്റണ്ട് ട്രെയിനിങ്ങിനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു അതിൻ്റെ പ്രിപ്പറേഷൻസ്. സ്നീക്ക് പീക്ക് കണ്ടപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്ക് 2 ജേഴ്സീസാണ്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള റൈവലറി വരും നമുക്ക് എക്സ്പെക്ട് ചെയ്യണം. സിനിമ കണ്ടാൽ മതി. സ്പോയിലറാണ് അതുകൊണ്ടാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന നടനാണ് ഷെയ്ൻ ബ്രോ. വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഇതേ സമയത്താണ്, സെപ്റ്റംബർ മാസത്തിലാണ്. അപ്പോ അന്ന് കണ്ടതിനേക്കാൾ ഒരുപാട് സുന്ദരനായിട്ടുണ്ട്. അപ്പോ ലുക്കിനെ കുറിച്ച് തന്നെയാണ് ചോദ്യം. ഇഷ്കിൽ കണ്ട പോലെയല്ല കുമ്പളങ്ങി നെറ്റ്സില്, കുമ്പളങ്ങിയിൽ കണ്ട പോലെയല്ല RDXിൽ കണ്ട പോലെയല്ല ബൾട്ടിയില്. ഇപ്പോ ഷെയ്ൻ ബ്രോനെ സംബന്ധിച്ചിടത്തോളം പോസ്റ്റർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് ഏതാ സിനിമ എന്നുള്ളത്. ഞാനത് മമ്മൂക്കയിലാണ് കണ്ടിട്ടുള്ളത്. കാരണം മമ്മൂക്കയുടെ ഒക്കെ പോസ്റ്റർ നോക്കിയാൽ മതി, അത്രയും ഗെറ്റപ്പ് ചേഞ്ച് ആണ്. അപ്പൊ ഇത് ഇന്റൻഷനലി ചെയ്യുന്നതാണോ അതോ നാച്ചുറലി അങ്ങനെ വരുന്നതാണോ? നാച്ചുറലി വരുന്നതല്ലല്ലോ ബ്രോ, പണിയെടുത്തിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഈ ബൾട്ടിയുടെ വിഷയത്തിൽ നമ്മുടെ ഡയറക്ടർ ക്ലിയർ ആയിട്ടൊരു ഇമേജ് എനിക്ക് തന്നു, ഇങ്ങനെ ഒരു റെഫറൻസിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യാമെന്ന്. ഇഷ്കിലി പറഞ്ഞ പോലെ വ്യത്യസ്തമാകാൻ കാരണം ആ പള്ളിയിലെ കമ്പിയാണ്. അത് എൻ്റെ ഒരു സജഷൻ ആയിരുന്നു. അങ്ങനെ ഇട്ടാൽ ഒരു ഫേസ് പെട്ടെന്ന് മാറുമല്ലേ, എനിക്ക് അങ്ങനെ മാറ്റി ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട് ബ്രോ. അതും അതിൻ്റെ അകത്തൊരു ഇതുണ്ട്. എന്നാലും നമുക്കൊരു പരിമിതി ഉണ്ടാവുമല്ലോ മലയാള സിനിമയിൽ. ഒരു ടൈം കുറവാണല്ലോ, ഷൂട്ട് ടൈം കുറവാണ്. അതിന് മുമ്പത്തെ ഇപ്പോൾ ഒരു പ്രെപ്പിനുള്ള ടൈമൊക്കെ ചിലപ്പോൾ കുറവായിരിക്കും. അത് എല്ലാ സാഹചര്യങ്ങളും ഒത്തു വരുമ്പോഴാണ് നമുക്ക് ഇത് പിടിക്കാനും പറ്റുള്ളൂ. പിന്നെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള സമയവും ഈ പറഞ്ഞ അതാണ് നേരത്തെ ഞാൻ ആഡ് ചെയ്യാൻ വിട്ടുപോയ പോയിന്റ്. ഇവിടുന്ന് പറഞ്ഞു, ബിനുചേട്ടൻ പറഞ്ഞു 40 ദിവസം ട്രെയിനിങ്ങിന് വേണ്ടി ഞങ്ങളോട് താങ്ക്സ് പറഞ്ഞു. ശരിക്കും ഞങ്ങളാണ് തിരിച്ച് താങ്ക്സ് പറയേണ്ടത്. കാരണം ഒരു സിനിമ അങ്ങനെ ഒരു അവസരങ്ങൾ എനിക്ക് മുമ്പ് അങ്ങനെ ഒരുക്കി തന്നിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരാളും ഇതാക്കി പറയുന്നതല്ല, കാര്യം എപ്പോഴും ഈ പറഞ്ഞ പോലെ ബഡ്ജറ്റിൽ ഒതുക്കാൻ വേണ്ടി ഒരുപാട് കൺസ്ട്രെയിൻസ് സാധാരണഗതിയിൽ മലയാള സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളെന്ന രീതിയിൽ കടന്നുകൊണ്ട് ഒരു സാഹചര്യമുണ്ട്. ആ 40 ദിവസം ട്രെയിനിങ്ങിന് ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നിട്ടാണ് ബിനുചേട്ടന് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് ഞങ്ങളും തിരിച്ച് താങ്ക്സ് പറയേണ്ട ഒരു വലിയൊരു ബാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ബ്രോ കാര്യങ്ങൾ. ഇന്റർവ്യൂല് ഏത് പടത്തിലായിരുന്നു അത്? ഓൺലൈൻ പിക്സ് നമ്മുടെ ചാനലിൽ ഇപ്പൊ കിടപ്പുണ്ട്. അന്ന് ആ ഇന്റർവ്യൂല് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അന്ന് ആ ചോദ്യത്തിന്റെ ഉത്തരം എനിക്ക് മനസ്സിലായില്ല. കാരണം അന്ന് ആ ടൈംസിലൊക്കെ ഷൈനികത്തിന്റെ പോസ്റ്റേഴ്സിലും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ വൺ ലവ് എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടുമായിരുന്നു. അപ്പൊ അന്ന് ചോദിച്ചിരുന്നു എന്താണ് ഈ വൺ ലവ് എന്നുള്ളത്. അപ്പൊ ഞാൻ വീണ്ടും ചോദിക്കണം, അന്നത്തെ ഉത്തരം കിട്ടാൻ എന്റെ കിളി പോയി. ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, എന്താണ് ഈ വൺ ലവ്? വീണ്ടും കേട്ട കിളി പോവില്ല ബ്രോ, എന്തിനാണ്? നമുക്കുള്ള കിളികളൊക്കെ അവിടെ ഇരിക്കട്ടെ. ബൾട്ടി ഒരു കംപ്ലീറ്റ് സ്പോർട്സ് ജോണറിൽ വരുന്ന സിനിമയാണ് ആണെങ്കിൽ എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു മൂവി? കംപ്ലീറ്റ് സ്പോർട്സ് ജോണറിൽ വരുന്ന സിനിമയല്ല അല്ലേ, അങ്ങനെ പറയാറില്ല. കാരണം വേറെ ഒന്നുമല്ല, കബഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കഥ മുന്നോട്ട് കൊണ്ടുപോകാനും കഥയിൽ ചേഞ്ച് ഓവർ ഉണ്ടാവാനും എല്ലാം കബഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഇതൊരു സ്പോർട്സ് മൂവി, കംപ്ലീറ്റ്ലി സ്പോർട്സ് മൂവി അല്ല. സെക്കൻഡ് ഹാഫിലേക്ക് ഇതൊരു ചെറിയൊരു ജോണർ ഷിഫ്റ്റ് ടുവേർഡ്സ് ഒരു ഗാങ്സ്റ്റർ ഡ്രാമയിലേക്ക് മാറുന്നുണ്ടെന്നുള്ളതാണ്
ഈ സിനിമ. അതായത് സാധാരണ ഇതിലൊരു സ്പോർട്സ് സിനിമയിൽ അവസാനം വരുന്നത് ഒരു മാച്ച്, അതിൽ ജയം പരാജയം അങ്ങനെയുള്ള സെറ്റപ്പാണല്ലോ. പക്ഷെ ഇത് ഈ പടം അങ്ങനെയല്ല. സിനിമയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാം. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആളുകളോട് ഈ മലയാളത്തിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസിൽ ഒരാളാണ് പൂർണിമ മാം. സ്റ്റിൽ ഞങ്ങളത് ഭയങ്കരമായിട്ട് ബിലീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ വരുമ്പോൾ മാമിനെ ശരിക്കും കൺവിൻസ് ആക്കുന്ന ഫാക്ടർ ശരിക്കും എന്തായിരിക്കും? തീർച്ചയായിട്ടും ഏതൊരു ആക്ടറിനും ഏറ്റവും കൂടുതൽ കൺവിൻസിങ് ആവുന്ന കാര്യം എന്ന് പറയുന്നത് അവർക്ക് ചെയ്യാൻ ആ കഥാപാത്രമായി മാറാനും ആ കഥാപാത്രത്തിൽ സിനിമയിൽ വളരെ പ്രാധാന്യം ഉണ്ടാവാനും ഉള്ള എന്തിനും എല്ലാ ആക്ടേഴ്സും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനും അത് തന്നെയാണ് നോക്കുന്നത്. ഇതിന് മുന്നേയുള്ള ഇന്റർവ്യൂസ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമുക്കൊരു കഥ വളരെ ചുരുക്കമാണ് നമുക്കൊക്കെ സ്ക്രിപ്റ്റ് നമ്മളെ തേടി എത്തുക എന്നുള്ളത്. അത് പറയുമ്പോൾ തുറന്ന് പറയണമല്ലോ. അങ്ങനെ വരുന്ന സ്ക്രിപ്റ്റുകളിൽ നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന, നമ്മളോട് പറയുന്ന കഥാപാത്രത്തിന് അത്രമാത്രം ആ സിനിമയിൽ പ്രാധാന്യമുള്ള കഥാപാത്രം കിട്ടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ പ്രധാനമായി നോക്കുന്ന കാര്യം അത് തന്നെയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും അതിൻ്റെ മേക്കേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക എന്നതാണ് എൻ്റെ അടുത്ത പ്രോസസ്സ്. കാരണം എനിക്ക് ഈ പ്രോസസ്സിൽ ഭയങ്കര ഇഷ്ടമാണ്, മേക്കിംഗ് പ്രോസസ്സിൽ ഭയങ്കര ഇഷ്ടമാണ്. ആ മേക്കിംഗ് പ്രോസസ്സിൽ ഏറ്റവും കൂടുതൽ എൻഗേജിങ് ആവുന്നത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവിൽ നിന്നും നമ്മൾ ആ സിനിമയും ആ കഥാപാത്രങ്ങളെയും കാണുമ്പോഴാണ്. പിന്നെ ബാക്കിയെല്ലാം അവരെ വിശ്വസിച്ച് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നതിലും മേളിലാണ് അവർ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് നമുക്ക് മനസ്സിലാവും. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചിത്രം ബൾട്ടി എൻ്റെ അടുത്ത് ഓഫർ ചെയ്ത സമയത്ത് വളരെയധികം പാഷനായിട്ടാണ് ഓരോ കഥാപാത്രത്തെക്കുറിച്ചും ഉണ്ണി പറഞ്ഞത്. അതായത് ആ കഥാപാത്രം എന്തുകൊണ്ടങ്ങനെ, എങ്ങനെയായിരുന്നു, അവരെങ്ങനെയാണ് അതിനുള്ള യാത്ര, വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ഓരോ ക്യാരക്ടേഴ്സിനെ കുറിച്ചും. ആ സിനിമയിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും എനിക്ക് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യം അതായിരുന്നു. അദ്ദേഹം ആ കഥ എഴുതി നമുക്ക് അവതരിപ്പിക്കുക മാത്രമല്ല, അതിൽ ഓരോ കഥാപാത്രങ്ങളും അദ്ദേഹത്തിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ട് അവർ എവിടെ നിന്ന് തുടങ്ങി, എന്തുകൊണ്ട് അവരിപ്പോൾ ഇങ്ങനെ, എങ്ങോട്ടാണ് അവർ പോകുന്നത്, ഇനി അങ്ങോട്ട് പോകും എന്ന ഒരു കണ്ടിന്യൂസ് ജേർണിയാണ് ഓരോ കഥാപാത്രത്തിലും ആ കഥയിലൂടെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു കഥയിൽ ഭാഗമാകാൻ, ഒരു പ്രധാന കഥാപാത്രം ആകാൻ നമുക്ക് ഒരു സാഹചര്യം കിട്ടുമ്പോൾ എനിക്ക് വളരെ എക്സൈറ്റ്മെന്റോട് കൂടി തന്നെ ഞാൻ ആദ്യം മുന്നോട്ട് ചോദിച്ചത് ഉറപ്പാണല്ലോ അല്ലേ. കാരണം അതിനകത്ത് എൻ്റെ കാര്യം എന്ന് പറയുന്നത് അവിടെ പോയി നിൽക്കുക എന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ആ കഥാപാത്രമായി എന്നെ മാറാനും ആ സാഹചര്യം ഒരുക്കാനും ഞാൻ മാത്രമല്ല, ആ മൊത്തം ടീമും കൂടെ അഭിനയിക്കുന്ന ആക്ടേഴ്സും ആണ് നമ്മളെ അതാത് ക്യാരക്ടേഴ്സായിട്ട് നമ്മൾക്ക് കുറച്ചുകൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുക. അപ്പം അങ്ങനെ ഒരു ടീം, അങ്ങനെ ഒരു സ്റ്റോറി, അങ്ങനെ ഒരു സർക്കംസ്റ്റൻസ് ഓരോ സീൻസിലും ഒരുക്കി തരുന്നത് ഒരു വലിയ ടീം തന്നെയാണ്. സോ ആ ടീമുമായി വർക്ക് ചെയ്യാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു എൻ്റെ പ്രൈമറി. Thank you so much. Excuse me, Namkini, we just have time for 2 more questions, so please plan it accordingly. Please share. I'm just curious to know because I think you're the only guy who's able to pull off 2 beautiful masterpiece songs, Veer as well as a song in the Balti. So how do you kind of manage to do both these things? Manage? I mean, like, how were you able to do this? That's what I'm asking. I have a beautiful team, bro. So I work on the creatives and I design everything, and they help me to communicate with the producers and everybody and all. So major creative mattum enoda call eppume na pannite irpen. So brain is always working towards the compositions, lyric production and learning new stuff every day. So I would like to thank my team for it. So the songs that you've done in the previous years or something, all these things are a bit surreal. I mean, like, it's not like so much real. It's a bit Getting it. yeah. Okay. So who's the man behind that idea? Behind the vision. God only. Like I just think it's just him. செல்வராகவன் சார், ശാന്തനു sir. செல்வராகவன் சார், செல்வராகவன் சார், சார் இங்க சார், நீங்க மோகன்லால் சாரோட பெரிய ஃபேன்னு தெரியும். அப்போ இந்த பல்டி ஃபிலிமில் அவரோட இண்டஸ்ட்ரியில் நீங்கள் நடிக்க வரீங்க. ஸோ உங்களோட இன்ஸ்பிரேஷன் இப்போ நடிக்கிறது, மலையாள சினிமாவில் நடிக்கிறதுல உங்களோட இன்ஸ்பிரேஷன் மோகன்லால் சாரா? அண்ட் ஒன் மோர் கொஸ்டின், மோகன்லால் சாரோட உங்களுக்கு பிடித்த ஒரு 5 ஃபிலிம்ஸ் சொல்லுங்களா? ஃபர்ஸ்ட் நம்ம எல்லாருக்குமே கிரேட் மூமெண்ட் ஈவன் தாதா சாஹேப் பால்கே என்டையர் சர்வ் ஃபார் அஸ். ஆல்சோ மோகன்லால் சார் நிறைய படம் பார்த்துருக்கேன் ஃபுல்லாக, பேர் செய்ய பட் யா
இஸ் ஐ திங்க் வெரி வெரி ஜென்யூன் ஆக்டர். அவரை மாதிரி எந்த ரோலோ எப்படியம்மா அப்படி டக்குன்னு பண்ணிட்டே இருக்கேன். ஹாப்பி அண்ட் ஹியர். எல்லாமே ஃபேவரட் தானே, ஒரு ஃபேவரட் இல்லை. ശാന്തനു സർ സിനിമകളെല്ലാം തന്നെ മലയാള സിനിമയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കുറേ സിനിമകൾ തന്നെ വ്യത്യസ്തമായിട്ടുള്ള പരീക്ഷണ സിനിമകളാണ്. അതിൽ തന്നെ ഒരു ആർട്ട് ഓറിയന്റഡ് മൂവി ആണെങ്കിൽ പോലും അത് ബിസിനസ്സായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ വിജയകരമായ സിനിമകളുമാണ്. സാറിന്റെ സിനിമയുടെ സെലക്ഷൻ എങ്ങനെയാണ് ഈ വരുന്നത്? സാർ കഥ കേൾക്കുമ്പോൾ എങ്ങനെയാണ് ആ സിനിമ വിജയിക്കുമെന്നുള്ള രീതിയിലേക്ക്? അതൊക്കെ ഒരു ലക്കാണ്, അല്ലാതെ ദൈവം തമ്പുരാൻ പറയുമ്പോൾ സിനിമ എടുക്കാൻ പറയും എടുക്കും. അതല്ലാതെ ഞാനൊരു വലിയ കലാകാരനൊന്നും അല്ലല്ലോ. ഇപ്പോൾ ഉണ്ണി കഥ പറഞ്ഞതിൻ്റെ കഥ പറഞ്ഞു, 1 മണിക്കൂർ കൊണ്ട് പറഞ്ഞു. ഞാൻ ഉണ്ണിയെ തള്ളിക്കളയാൻ കൊണ്ടുവന്നതാണ്. പക്ഷേ ഉണ്ണിയെ കൊണ്ട് സിനിമ ജയിച്ചു. പിന്നെ ആർക്കറിയാം സിനിമ എടുത്ത സാനു എൻ്റെ ക്ലാസ്മേറ്റാണ്. എനിക്ക് അതിൽ ഭയങ്കര വിശ്വാസമാണ്. നിതീഷ് പൊതുവാൾ കേരളത്തിലുള്ള എല്ലാ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തുമായിട്ട് ആരോട് കുഞ്ഞപ്പനായിട്ട് പോയതാണ്. എൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്കത് എടുക്കാൻ വിശ്വാസം വന്നു. അന്നേരം എന്നാൽത്താൻ കേസുകളും ഒക്കെ അങ്ങനെ തന്നെയാണ്. അന്നേരം ഇതൊക്കെ ഒരു ദൈവം തമ്പുരാൻ്റെ ഒരു അനുഗ്രഹമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞു, ഈ സിനിമ ഒരു സ്പോർട്സ് സിനിമ മാത്രമല്ല, ഇതൊരു പക്ക ആക്ഷൻ ഡ്രാമ സ്പോർട്സ് മൂവിയാണ്. ഷൈനികത്തിന്റെ കൂടെ മലയാളത്തിൽ ഫസ്റ്റ് ടൈം ആണ്. അപ്പം എങ്ങനെയുണ്ടായിരുന്നു രണ്ടുപേരും തമ്മിലുള്ള ഒരു എക്സ്പീരിയൻസ്? കൊടുക്കൽ വാങ്ങലൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ, അതോ ഷൈനിക എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? ഷൈനികത്തിന് ഒരുപാട് സിനിമകളുണ്ടല്ലോ, ഏതെങ്കിലും ഒരു സിനിമ ഇഷ്ടപ്പെട്ടതുണ്ടോ മലയാളത്തിൽ? எனக்கு நிறைய படங்கள் இருக்கு. பட் ஃபர்ஸ்ட் ஃபிலிம் நான் ஷேனோட பார்த்தது வந்து ரொம்ப ஆனஸ்டாக சொல்லணும்னா பூதகாலம். அது எனக்கு பார்த்து எனக்கு ரொம்ப ரொம்ப பிடிச்சிருச்சு. இன்டென்ஸ் பெர்ஃபார்மன்ஸ், அந்த கண்டென்ட் ஒரு வீட்டுக்குள்ளே ரொம்ப ஒரு சின்ன ஒரு பவுண்டரிக்குள்ளே வந்து ஒரு இன்டென்சிட்டியோட வந்து ரொம்ப நல்லா பண்ணியிருந்தார். ஸோ அந்த பெர்ஃபார்மன்ஸ் எனக்கு ரொம்ப பிடிச்சிருச்சு. அண்ட் அஃப்கோர்ஸ் ஆர்டிஎக்ஸ் அப்புறம் இஷ்க் இதெல்லாமே பார்த்துருக்கேன். எக்ஸ்பீரியன்ஸ் வித் ஷேன் இதை நான் ஆக்சுவலாக தமிழ் ப்ரெஸ் மீட்டில் கூட சொல்லியிருந்தேன். நான் என்றைக்குமே ஒரு விஷயம் நம்புவேன். அப்பா அச்சன் சொல்லுவார், இந்த மாதிரி நம்ம சந்திக்கிற ஒவ்வொருத்தரும் நம்மளுக்கு ஆசான். ஸோ நம்ம யாரை மீட் பண்ணுறோமோ அவங்கக்கிட்டேருந்து ஏதாவது ஒரு விஷயம் நம்ம கற்றுப்போம் அப்படின்னு. ஸோ ஆக்டிங்கை பொறுத்த வரைக்கும் ஃபர்ஸ்ட் ஸ்பேஸ் நிறைய கொடுத்தாரு ஷேன். அது வந்து நான் தமிழ்லேயும் ஒர்க் பண்ணுறேன், நிறைய பேரோட ஒர்க் பண்ணியிருக்கேன். எல்லாருமே அந்த ஸ்பேஸ் கொடுக்க மாட்டாங்க. அது ஷேன் வந்து எனக்கு அந்த நிறைய ஸ்பேஸ் கொடுத்துருக்காரு. ஸோ அதுக்கு ஃபர்ஸ்ட் ஒரு தேங்க்ஸ் சொல்லணும். என்ன கற்றுக்கிட்டேன் அப்படின்னா வந்து ஒரு சீக்வன்ஸ் இருக்குது கதையில், ஒரு திருவிழா சீக்வன்ஸ். வேற ஒரு ஆம்பியன்ஸ்லேருந்து இந்த திருவிழா ஆம்பியன்ஸ்குள்ளே வரும்போது ஒரு மூட் ஷிஃப்ட் ஆகும். ஸோ நடித்து முடிச்சிட்டோம், மானிட்டர்லேருந்து பார்க்குறப்போ அந்த மூட் ஷிஃப்ட் வந்து ஷேன் வந்து ஃபேஸில் ஒரு ரியாக்ஷன் ஒன்று கொடுத்தாரு. ஸோ எனக்கு ஆஸ் அன் ஆக்டராக தோணுச்சு, நம்ம ஏன்டா அதை யோசிக்கலை, அது எவ்வளோ அழகாக அந்த மூட் ஷிஃப்ட் வந்து அந்த சேஞ்ச் ஓவர் கொண்டு வந்தாருன்னு. ஸோ அந்த மாதிரி சின்ன சின்ன டிப்ஸ் வந்து நான் கேட்கல, பட் நான் பார்த்து கற்றுக்கிட்டேன். அண்ட் அதுக்கப்புறம் நான் ஷேன் கிட்ட சொன்னேன். பட் ஓவரால் ஐம் வெரி வெரி ஹாப்பி ஆக்டிங் வித் ஷேன் அண்ட் தி என்டையர் டீம். ஏன்னா ஷேன் சொன்ன மாதிரி வந்து தேங்க்ஸ் டு ப்ரொடியூசர்ஸ் ஒரு 40 days ப்ரீ ப்ரொடக்ஷனில் வந்து ஆக்டர்ஸ்க்கு ஸ்பேஸ் கொடுத்தாங்க. என்னை வந்து கிட்டத்தட்ட ஐ திங்க் ஃப்ரம் அக்டோபர் டு மார்ச் என்னை கிட்னாப் பண்ணிட்டாங்க கேரளா சைடுக்கு. நான் அக்டோபரில் கேரளாவுக்கு வந்தேன்னா நான் திரும்பி மார்ச் தான் நான் சென்னை வீட்டுக்கு போனேன். பட் அவ்வளோ தூரம் வந்து தே மேட் மீ ஃபீல் லைக் ஐம் அட் ஹோம். ஒரு தமிழ் இண்டஸ்ட்ரியில் எனக்கு எந்த அளவுக்கு வந்து எனக்கு கம்ஃபர்டபுளாக ஃபீல் பண்ண வைப்பாங்களோ அந்த மாதிரி வந்து நம்ம வீட்டு பையன் அப்படிங்கிற மாதிரி எனக்கு அந்த ஒரு கம்ஃபர்ட் கொடுத்தாங்க எனக்கு. ஸோ அதுக்கு ஐம் வெரி தேங்க்ஃபுல். She's basically asking what are those factors in the Malayalam movie that's exciting you? കഥ സ്റ്റോറി വളരെ എക്സൈറ്റിംഗ് ആണ്. സാർ சொன்ன மாதிரி നോട്ട് ഓൺലി ഇറ്റ്സ് നോട്ട് എ കബഡി ബേസ്ഡ് മൂവി അല്ല, ഇത് വന്ന് വളരെ ആക്ഷൻ ഡ്രാമ സ്പോർട്സ് സിനിമയിൽ. അതിൽ ഞാനൊരു പാർട്ട്ണർ എൻ്റെ ക്യാരക്ടർ ഭയങ്കര ഡിഫറെൻറ്റ് ആൻഡ് അയോധ്യയിൽ വന്ന് ഡിഫറെൻറ്റ് ഒരു ക്യാരക്ടർ ഇതിൽ വളരെ ഡിഫറെൻ്റ് ആണ്. സോ അത് എനിക്ക് ഇഷ്ടമാണ് ரொம்ப അതിനോட ക്യാരക്ടറൈസേഷൻ. நிறைய ഉണ്ട്, ജാലക്കറി സോങ് ഇതെല്ലാം. സോ ഷൂട്ട് ചെയ്യുമ്പോൾ വളരെ കംഫർട്ടബിൾ ആൻഡ് ഒരു ടീം
மாதிரி இல்லை, ஒரு ஃபேமிலி மாதிரி ஆகிட்டோம். ஏன்னா ஒரு லென்தி ஸ்கெட்யூல் இருந்தது. ஸோ ரொம்ப ஹாப்பி, ரொம்ப கம்ஃபர்டபுள் அண்ட் சப்போர்ட்டிவான டீம். அண்ட் மலையாளம் சினிமா எனக்கு எப்பவுமே பிடிக்கும். അടുത്തൊരു പ്രൊജക്റ്റ് വന്ന് ചെയ്യുമോ? അടുത്ത പ്രോജക്റ്റ് നെക്സ്റ്റ് പ്രൊജക്റ്റ് ഒരു മലയാളം in Malayalam? Yes, obviously. I want to do many films in Malayalam. So let's hope for the best. തമിഴ് ഈ കബഡി ബേസ് ചെയ്തിട്ട് തമിഴിൽ വന്ന പടമായിരുന്നു ഗില്ലി. അതൊരു തമിഴ് സിനിമയുടെ തന്നെ ഗെയിം ചേഞ്ചർ ആയിരുന്നു. അവിടുത്തെ ഒരു 50 crore ഫസ്റ്റ് 50 crore ഗ്രോസർ ആയിരുന്നു. സോ ഈ ബൾട്ടിയുടെ ബോക്സ് ഓഫീസ് പ്രതീക്ഷകൾ എന്താണ്? ഇപ്പോൾ ഏറ്റവും വലിയ ഷെയ്നെ വെച്ചിട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് പടമാണെന്ന് പറഞ്ഞിരുന്നു. സോ എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? അടച്ചോന്നറിയാം, സത്യമായിട്ട് എനിക്കൊന്നും അറിഞ്ഞൂടാ. ഇറങ്ങണ ദിവസം നിങ്ങളെ പോലെ തന്നെ ഞാനും അറിയും, അല്ലെങ്കിൽ ഇറങ്ങി കുറച്ച് കഴിയുമ്പോൾ സാർ ഗില്ലിയായിട്ട് എന്തെങ്കിലും ഒരു റെഫറൻസുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കണക്ഷൻ എന്തെങ്കിലും ഉണ്ടോ? മ്യൂസിക് റെഫറൻസ് ഇருக்கு. അല്ല, അതാണല്ലോ നമുക്ക് മുമ്പിലുള്ള ഒരു പക്ക. അത് ഞാൻ പറയാം, ഇതൊരു അതാ പറഞ്ഞ കബഡി പടമല്ല, കബഡി പടം മാത്രമല്ല, ഇതിലെല്ലാം ഉണ്ട് ബ്രോ. അത്യാവശ്യം കുറച്ച് ചെറിയ ഫാമിലി പരിപാടിയൊക്കെ കയറി പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ അത് പറഞ്ഞു, ഇതൊരു ഓർഗാനിക്കായി ഉണ്ടാകുന്ന പോലത്തെ ഒരു കഥ പോലെ എനിക്ക് ഫീൽ ചെയ്തത്. നമ്മളൊരു ഓക്കെ 2 പാട്ടിന് വേണ്ടി അല്ലെങ്കിൽ 2 ഫൈറ്റിന് വേണ്ടി ഉണ്ടാക്കിയ പോലെ ഒരു സ്ക്രിപ്റ്റ് അല്ല. ഇതിലെല്ലാം അനുയോജ്യമായിട്ട് തന്നെയാണ് ഉണ്ടാക്കി വന്നിരിക്കുന്നത്. ஆடிங் டு தட், நீங்கள் கில்லி அப்படின்னு கேட்டதுனால கில்லி வந்து அந்த கபடி சீக்வன்சஸ் அது வந்து இன்னும் கமர்ஷியல் ஆஸ்பெக்டில் பண்ணாங்க. பட் பல்ட்டியை பொறுத்த வரைக்கும் இட் இஸ் மோர் க்ளோசர் டு அ வெரி ப்ரோ கபடி அப்படின்னு சொல்லலாம். பிகாஸ் அந்தளவுக்கு ஆத்தென்டிக்காக வந்து அந்த கபடி சீக்வன்சஸ் ஷூட் பண்ண விதமாக இருக்கட்டும், எல்லாரும் ட்ரெயின் பண்ண விதமாக இருக்கட்டும், கில்லி ரொம்ப கமர்ஷியல் ஆஸ்பெக்டாக இருந்துச்சுன்னா இது இன்னும் ஆத்தென்டிக்காக இருக்கும். ப்ராப்பராக அந்த மேட்டில் வந்து கபடி விளையாடுறது. கேரளா டீம் நாங்கள் ப்ராக்டிஸ் பண்ணப்போ ரமேஷ்னு ஒரு கேரளா டீம் கோச், அவரோட பாலக்காடில் நாங்கள் ப்ராக்டிஸ் பண்ணோம். ஸோ அங்கே இருக்கிற ஒரிஜினல் ப்ரோ கபடி டீம் அவங்களோட அந்த பிளேயர்ஸோட நாங்கள் ப்ராக்டிஸ் பண்ணோம். ஸோ இதில் இருக்கிற அந்த ரூல்ஸு எல்லாமே வந்து இன்னும் ஆத்தென்டிக்காக இருக்கும். ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ഫിലിമാണ്, ഫസ്റ്റ് ഒരു ന്യൂസ് കമറാണ്, എന്താണ് കോൺഫിഡൻസ്? എൻ്റെ അടുത്തുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യനുമായി എന്താ സോറി ക്വസ്റ്റ്യൻ? ഫസ്റ്റ് പടമാണ്, ഫസ്റ്റ് ഡയറക്ടറാണ്, എന്താ കോൺഫിഡൻസ്? See, confidence is a movie making process if you trust. See, ഇതിൽ ഒത്തിരി പാഷൻ, ഒത്തിരി ഹാർഡ് വർക്ക് is gone through. അതിൻ്റെ ഔട്ട്കം എന്താണ് കമേഴ്ഷ്യലി വി ഡോണ്ട് ലുക്ക് അറ്റ് ഇറ്റ്. സി, ഇപ്പം ഞാൻ അല്ലാത്ത ഞാൻ പറയാറുള്ള ഒരു സംഭവമാണ്, യു ഡു യുവർ വർക്ക് വിത്ത് അറ്റ്മോസ്റ്റ് പാഷൻ ആൻഡ് സിൻസിയറിറ്റി. ഇറ്റ് ഈസ് എ ബൈ പ്രൊഡക്റ്റ്.